ഗുഡ് മോർണിംഗ്. ഹരിശ്രീ ലേണിംഗ് ഈസ് ഫണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഖാദി ബോർഡിലെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 2019 ഖാദി ബോർഡിൽ ചോദിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 89 into 108 into 124 divided by 11 ശിഷ്ടം അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇതിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ശിഷ്ടം കാണുകയാണ് വെച്ചാൽ കുറേ സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 89ന് 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ +1 അങ്ങനെ എഴുതാൻ പറ്റും. കാരണം 11 into 8 88. അപ്പോൾ 88 + 1 എന്ന് എഴുതാം. പിന്നെ ഇതിനെ എന്താ എഴുതാം? 108 എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം വെച്ചെങ്കിൽ 110 - 2 എന്ന് എഴുതാം. പിന്നെ ഇതിനെ നമുക്ക് എന്താ എഴുതാം? 121 ഒരു മൾട്ടിപ്പിളാണ് 11ൻ്റെ. അപ്പോൾ 121 + 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ +1 അല്ലെങ്കിൽ മൈനസ് എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ എഴുതി. ഇനി ഡിവൈഡഡ് ബൈ 11. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് 11 കൊണ്ട്. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത് ഈ +1 - 2 + 3 ഇതിൻ്റെ ഗുണിച്ച് കിട്ടണതാണ്. അതായത് +1 × -2 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 × +3 എന്ന് പറഞ്ഞാൽ -6 ആണ്. -6. അപ്പോൾ ഇനി നമുക്ക് 11 ആവാൻ ഇനി എത്ര വേണം? 5 കൂടി വേണം അല്ലേ? അപ്പോൾ ആ 5 ആണ് നമുക്ക് ശിഷ്ടമായിട്ട് വരിക. അപ്പോൾ ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റും. കണ്ടോ? ഇത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കി വരുമ്പോഴേക്കും സമയം കുറേ പിടിക്കും. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് അതിനെക്കാട്ടും മുന്നേ നമുക്ക് ഇത് ചെയ്ത് കഴിയണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ അല്ലാത്തതിനെ ഗുണിക്കുക. അപ്പോൾ കിട്ടണതിന് എത്രയാവണം? ഇനി 11 ആവാൻ എത്ര വേണം? മൈനസാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് -6 കൂടെ എത്രയും കൂടി കൂട്ടി, അതായത് 5 കൂടി കൂട്ടിയാൽ 11 ആവും അല്ലേ? 6 കൂടെ 5 കൂടി കൂട്ടിയാലാണ് 11 ആവണം. അപ്പോൾ 5 അവിടെ ഉണ്ടാവണം. അപ്പോൾ ആ 5 ആണ് നമുക്ക് ശിഷ്ടമായിട്ട് കിട്ടുന്നത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വിക്കായിട്ട് നമുക്ക് മാത്സ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരു 3 മിനിറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് അറിയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 129ൻ്റെ 5 and 1/3 +18.5 + എത്ര = 1052.46. ഇപ്പോൾ ഇത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ 5 and 1/3 വിഷമ ഭിന്നാക്കുമ്പോൾ എന്ത് വരും? 129 × 5 5 × 3 15 15 + 1 16 16/3 ആണ് അല്ലേ? ഈ 3 ഇതിൽ വെട്ടിപ്പോവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 43 × 16 എന്ന് വരും. +18.5 + x എന്ന് കൊടുക്കാം = 1052.46. നമുക്ക് ഈ x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 43 × 16 വേഗം ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. ഒന്നുമില്ല വെച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. 43 × 10 + 6 എന്ന് എഴുതുക. അപ്പം 430. പിന്നെ എത്രയുണ്ട്? 3 6 18 1 4 6 24 1 25. അപ്പോൾ എത്ര വരും? 8 5 3 8 4 2 6 688. അതുകൂടെ ഈ 18.5 കൂടി കൂട്ടിയാൽ എത്ര വരും? 5 8 8 16 10 706.5 ആണ്. അത് ഇതിന്ന് മൈനസ് ചെയ്യണം. 706.5. അപ്പോൾ എത്ര വരും? 6 9 5 14
7 5 വരും ഇവിടെ, പിന്നെന്താണ് 4 വരും, പിന്നെ 3 വരും. 345.96. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് വേഗത്തിൽ ആൻസറിൽ എത്തിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 180ൻ്റെ എത്ര ശതമാനമാണ് 45 എന്നുള്ളതാണ് ഇനി ചോദ്യം. അപ്പോൾ 180ൻ്റെ എത്ര ശതമാനം X% എന്ന് വിചാരിക്കുക. X/100 ആണ്, 45 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ X എന്താണെന്ന് നമ്മൾ എങ്ങനെ കാണും? 45. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 45 × 100/180. ഇതിൽ 0 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 9 പോവും, 2 9. ഇവിടെയോ 5 9. ഈ 2 ഇതിൽ പോവും 5. 5 25. അപ്പോൾ നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടി 25 എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ 3-ാം പദം 120, 7-ാം പദം 144 എങ്കിൽ 5-ാം പദം. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം കാണാൻ Tn = a + n-1 × d ആണ്. അത് വെച്ചിട്ട് നമുക്ക് T3 ആണ് തന്നിരിക്കുന്നത്. T3 എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാണ്? a + 2d ആണ്. അതെന്ന് പറയുന്നത് 120 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 7-ാം പദവും തന്നിട്ടുണ്ട്, T7ഉം തന്നിട്ടുണ്ട്. a + 6d ആണ്. ഏത്? 144. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? a + 4d ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 2a + 8d = 264 അല്ലേ? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ഇവിടെ a + 4d = 1 3 2. വേഗത്തിൽ കിട്ടി. നോക്കൂ, a + 4d ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 132 എന്ന് നമുക്ക് വേഗത്തിലേക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. ക്ലാസ് അധ്യാപകൻ്റെ പ്രായവും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പ്രായം 15 ആയാൽ ക്ലാസ് അധ്യാപകൻ്റെ പ്രായം. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പുതിയ ശരാശരി എത്രയാണ്? 15 ആണ്. അത് പ്ലസ് ശരാശരിയിലെ വ്യത്യാസം എത്രയാണ്? 15 - 14, അതായത് 1 ഇൻറ്റു എത്ര കുട്ടികളുണ്ട്? ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30. അപ്പോൾ 30 + 15 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 45 എന്നുള്ളതാണ് ആൻസറായിട്ട് വരും. ഇത് എളുപ്പ വഴി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 30 × 14 കാണാം. അപ്പം എന്ത് കിട്ടും? 0 വരും, 420 വരും അല്ലേ? 31 ആളുടെ 15 വെച്ചിട്ട് അത് എത്രയാണ് വരിക? 31 × 15 ചെയ്യാം. 31 × 10 + 5 ചെയ്താൽ മതി അല്ലേ? 310 + 5 15. അപ്പോൾ 5 6 465. 420 465. ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക. അപ്പം 45 ആണെന്ന് കിട്ടും. അപ്പോഴും നമുക്ക് 45 കിട്ടും. പക്ഷേ ഇത് കുറച്ചും കൂടി വളഞ്ഞ വഴിയാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ്. ലാഭശതമാനം. ലാഭമായി കിട്ടിയത് 11 എണ്ണത്തിൻ്റെയാണ്. എത്ര എണ്ണം വിറ്റു? 44 എണ്ണം വിറ്റു. അപ്പോൾ ലാഭശതമാനം എങ്ങനെയാണ് കാണുക? ലാഭം ഡിവൈഡഡ് ബൈ എത്ര എണ്ണമാണോ മുടക്കുമുതൽ ഇൻറ്റു 100. അപ്പം 11/44 × 100. ഇത് എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 100/4 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. അപ്പോൾ 25% എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 58 രൂപ A, B, C എന്നിവർക്ക് വീതിച്ചത് ഇപ്രകാരമാണ്. എക്ക് ബിയേക്കാൾ 7 കൂടുതലും ബിക്ക് സിയേക്കാൾ 6 കൂടുതലും അവർക്ക് ലഭിച്ച തുകയുടെ അംശബന്ധം. അപ്പം ഇതിൽ നമ്മൾ ഈ ഓപ്ഷൻ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് കിട്ടും. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? എക്ക് ബിയേക്കാൾ 7 കൂടുതൽ. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എയും A/B/C ഇവ തമ്മിലുള്ള ഡിഫറൻസ് 7 കിട്ടണം.
ഇവ തമ്മിലുള്ള ഡിഫറൻസ് 6 കിട്ടണം. അങ്ങനെയുള്ളത് ഇതിലേതാണ്? ഇതാണ്. അപ്പോൾ ബി എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 220 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത 36 കിലോമീറ്റർ പെർ മണിക്കൂർ ആകുന്നു. ഒരു ടെലിഫോൺ തൂൺ കടക്കുന്നതിന് ഈ തീവണ്ടി എടുക്കുന്ന സമയം. അതായത് ആ സമയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽ? 220 മീറ്റർ ആണ് അല്ലേ? മീറ്ററിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 220 മീറ്റർ ഡിവൈഡഡ് ബൈ വേഗത എത്രയാണ്? 36 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പം 36 × 5/18. അതായത് 5/18 ചെയ്യണത് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 2. അപ്പോൾ 220/10 എന്ന് വരും. അതായത് 22 സെക്കൻഡ്. വേഗം കിട്ടിയത് കണ്ടില്ല? അപ്പോൾ ഓരോന്നിനും നമുക്ക് എളുപ്പ വഴികളുണ്ട്. അതനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ആൻസർ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 അർദ്ധഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 8:27 ആയാൽ വ്യാസങ്ങളുടെ അംശബന്ധം. അർദ്ധഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള വാക്യം 4/3 പൈ r1 ക്യൂബും 4/3 പൈ r2 ക്യൂബുമാണ് അംശബന്ധങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ 4/3 പൈ ഇതിൽ സെയിം ആയേ കാരണം r1 ക്യൂബ് r2 ക്യൂബാണ്. അപ്പോൾ അതാണ് 8:27. അപ്പോൾ r1 എന്താവും? 2 ക്യൂബാണ് 8. അപ്പോൾ 2 എന്താവും? 3 ആവും. അപ്പോൾ വ്യാസമാണ് ചോദിക്കണത്. 2r ആണ് വ്യാസം. അപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4:6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12.5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 200 രൂപയായാൽ മുതൽ. ഇത് കാണാൻ എളുപ്പ വഴിയുണ്ട്. കാരണം കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം അത് 2 വർഷത്തേക്കാണ് ചെയ്യുക. നമ്മൾ എന്ത് പറയണം? അതായത് ഡി എന്ന് പറയുന്നത് പി ഇൻറ്റു മുതൽ തന്നുകൊണ്ട് വെച്ചിങ്ങ r²/100 സ്ക്വയർ. അതായത് r/100 ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ r²/100 അതായത് ഇതിൽ ഡിഫറൻസ് എന്താണ്? 200 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പി എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r² എന്തുണ്ട്? 12.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100². ഇതിൽ പി അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 200 × 100 × 100 അല്ലേ? ഡിവൈഡഡ് ബൈ 25 × 25 ഡിവൈഡഡ് ബൈ 4. ഈ 25 4 ഇവിടെ 4 അല്ലേ? ഇനി എന്ത് ചെയ്യണം? അപ്പോൾ 2 8 ഇവിടെ എന്താണ്? 2 8 4 32 32 32 ഇൻറ്റു 4 ഇൻറ്റു 00 അല്ലേ? ഇവിടെ 00 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? 4 8 3 12 പിന്നെ 2 0. അപ്പോൾ 12800 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അപ്പം ഇതൊക്കെ വേഗം ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച അതിൻ്റേതായ ഗുണമുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 7 9 14 17 21 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ. ഇത് നോക്കിയാൽ നമുക്കറിയാം ഇത് കമ്പൈൻഡ് ഫോമാണ്. കാരണം 1 കഴിഞ്ഞ് 8 കൂട്ടിയ 9 ആയി, 9 8 കൂട്ടിയ 17 ആയി, 17 കൂടെ 8 കൂട്ടിയ ഏത് കിട്ടും? 25 എന്ന് കിട്ടും. ഇവിടെ ആകുമ്പോഴോ 7 14 21 ഇനി വരികയാണ് വെച്ചെങ്കിൽ എന്ത് വരും? 7 ആണ് കൂട്ടണ്ടേ. അപ്പോൾ 21 7 28. അപ്പോൾ ഇവിടെ 25 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈനസ് എന്നത് ഗുണനത്തെയും
ഇൻറ്റു എന്നത് സങ്കലനത്തെയും പ്ലസ് എന്നത് ഹരണത്തെയും ഡിവൈഡഡ് ബൈ എന്നത് വ്യവകലനത്തെയും സൂചിപ്പിക്കുക. അപ്പോൾ മൈനസ് എന്നത് എന്താണ്? ഗുണനമാണ്. ഇൻറ്റു എന്നത് സങ്കലനം, അപ്പോൾ പ്ലസ്. ഡിവൈഡഡ് ബൈ എന്നത് വ്യവകലനം, അപ്പോൾ മൈനസ്. പ്ലസ് എന്നത് എന്താണ്? ഹരണമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 14 × 10 + 4 - 16 ഡിവൈഡഡ് ബൈ 8. ഇനി ഇത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഓഫ് ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യണം, അല്ല വെച്ചെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ -16/8, അപ്പോൾ -2 എന്ന് വരും. പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ. 14 × 10 എത്രയാണ്? 140 + 4 144 -2 142. അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 8ാമത് പുറകിൽ നിന്ന് 16ാമതുമായാൽ ആ ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം. ഇങ്ങനെയാണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടി ഒരെണ്ണം മൈനസ് ചെയ്യണം. കാരണം ഒരേ കുട്ടീനെ തന്നെയാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പറയുന്നത്, അതുകൊണ്ട് 1 മൈനസ് ചെയ്യണം. അപ്പം 8 + 16 - 1, അതായത് 24 - 1 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിട്ടുപോയത് കണ്ടെത്തുക. 36:4. അപ്പം അങ്ങനെ ഇത് 4 × 9 36. അതേപോലെയുള്ളത് ഇതിലേതാണ്? 1 × 9. അപ്പം ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നോക്കി നോക്കൂ. എസ് കഴിഞ്ഞാൽ ടി ഇല്ല, യു, വി ഇല്ല, ഡബ്ല്യു. ഇവിടെ ആകുമ്പോഴോ വി കഴിഞ്ഞാൽ ഡബ്ല്യു ഇല്ല, എക്സ്, വൈ ഇല്ല, സെഡ്. ജെ കഴിഞ്ഞാൽ കെ ഇല്ല, എൽ, എം ഇല്ല, എൻ. അപ്പോൾ ഇതേ ഒക്കെ ഒരേപോലെയാണ്, പക്ഷേ ഇത് എങ്ങനെയാണ്? ആർ കഴിഞ്ഞാൽ എസ്, ടി. അപ്പോൾ ഇതാണ് ഓഡ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ നേരെ കിഴക്കോട്ട് 6 മീറ്ററും അവിടെ നിന്നും ഇടത്തോട്ട്, ഇപ്പം ഇവിടെയാണ് ഈസ്റ്റ് എന്ന് വിചാരിക്കൂ. അങ്ങനെ ആവുമ്പോൾ 6 മീറ്റർ കിഴക്കോട്ട് 6 മീറ്ററും അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്ററും വലത്തോട്ട് 2 മീറ്ററും. ഇങ്ങനെ ആവുമ്പോൾ പിന്നെ അയാളുടെ ദിശ എങ്ങനെയാണ്? ഈസ്റ്റിലേക്ക് തന്നെ അല്ലേ? ഈ ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് തന്നെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുമാർ എന്നത് 64 ആയാൽ കുമാരി എന്നത് നമുക്ക് അറിയാം. ഇതിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്? എം എന്താണ്? 13 ആണ്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. എ 1 ആണ്. എം 13 ആണ് വെച്ചെങ്കിൽ എൽ എന്താവും? KLM ആണ്. അപ്പോൾ 11 ആണ് ഇത്. യു എന്ന് പറയണതോ? യു VWXYZ 26 ആണ് സെഡ്. അപ്പോൾ അതിന്ന് 5 കുറച്ച് 21. ആർ എന്താണ്? എം ഇതാണ് വെച്ചെങ്കിൽ എം കഴിഞ്ഞാൽ NOPQR. അപ്പോൾ 5 എണ്ണം കൂടണം. അപ്പോൾ 18. ഇതെല്ലാം കൂടി കൂട്ടിയാലോ? 8ഉം 1 9, 3 12, 1 13, 1 14. 1 1 1 2, 2 1 3, 3 2 5, 5 1 6, 64. ഇങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്രാമത്തെയാണ് എന്നുള്ളതാണ് ഇതെല്ലാം ഞാൻ എഴുതിയത്. അപ്പോൾ ഐ ഇനി എത്രാമത്തെയാണ്? ഐ എന്ന് പറയുന്നത് ഇനി 9ാമത്തെയാണ്. അപ്പോൾ 64 കൂടെ 9ഉം കൂടിയും കൂട്ടണം. അപ്പോൾ 73 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിയുടെ അമ്മ എയുടെ അമ്മയുടെ മകളാണെങ്കിൽ എ എങ്ങനെ ബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ ബിയുടെ അമ്മ ബിയുടെ അമ്മ, ബിയുടെ മദർ, എയുടെ
അമ്മയുടെ മദറിൻ്റെ മകളാണ്, മദറിൻ്റെ ഡോട്ടർ. ഇങ്ങനെ ആവുമ്പോൾ എ എങ്ങനെ ബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ആരാണിത്? അമ്മ വഴിയുള്ള അമ്മാവനാണ് അത് ബന്ധം കാണിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2017 ജനുവരി 26 വ്യാഴാഴ്ചയായാൽ 2018 ജനുവരി 26 ഏത് ദിവസമാണ്? നമ്മൾ ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ടെന്ന് കൗണ്ട് ചെയ്യണം. കാരണം ലീപ്പ് ഇയർ ആണ് വെച്ചെങ്കിൽ ഇതിന് വ്യത്യാസം വരും. ലീപ്പ് ഇയർ അല്ല എങ്കിൽ നോർമൽ ഇയർ ആണ് വെച്ചെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ 365 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പിന്നത്തെ ദിവസമാവും. വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത ജനുവരി 26 വെള്ളിയാഴ്ചയാണ് വരിക. പക്ഷേ ഇത് ലീപ്പ് ഇയർ അല്ല, അതുകൊണ്ട് പിന്നെ വെള്ളിയാഴ്ച തന്നെ വരും. ലീപ്പ് ഇയർ ആണ് വെച്ചെങ്കിൽ പിന്നത്തെ ദിവസമാണ് വരിക. അപ്പോൾ ശനിയാഴ്ച എന്നുള്ളതാണ് ആൻസർ വരിക. ഇപ്പം 2017 ആയതുകൊണ്ട് ലീപ്പ് ഇയർ അല്ല, അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച എന്നാണ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൃത്യം 8:20 ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ്. ഇതിന് എളുപ്പ വഴിയുണ്ട്. കാരണം 8 എന്ന് പറയുമ്പോൾ 8 തന്നെയാവും സൂചി ഉണ്ടാവുക, 20 എന്ന് പറയുമ്പോൾ 4 സൂചി ഉണ്ടാവും. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 അല്ലേ? ഓരോ ഡിഫറൻസിനും 30 ഡിഗ്രിയാണ് വരിക. അപ്പോൾ 4 × 30 എത്ര വരും? 120 ഡിഗ്രി വരും. പിന്നെ ഈ 8 കഴിഞ്ഞിട്ട് 20 മിനിറ്റിൻ്റെ ഒരു ഡിഗ്രി അളവ് വ്യത്യാസം വരണ്ട. അത് എത്രയാണ്? 8 കഴിഞ്ഞിട്ട് 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ മിനിറ്റിനും ഉള്ള ഡിഗ്രി അളവ് എന്ന് പറയുന്നത് ഈ മിനിറ്റിൻ്റെ /2 ഡിഗ്രിയാണ്. അപ്പോൾ 20/2 ഡിഗ്രി, അതായത് 10 ഡിഗ്രി. അപ്പോൾ ഈ 10 ഡിഗ്രിയും കൂടിയും ഇത് കൂടെ കൂട്ടണം. അതെന്തുകൊണ്ടാണ്? ഇത് 8 ആയതുകൊണ്ട് നമ്മൾ ഇത് കൂട്ടണം. ഇനി ഇവിടെ വലിയ സംഖ്യയും ഇവിടെ ചെറിയ സംഖ്യയും ആണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് 120 + 10 ഡിഗ്രി, അതായത് 130 ഡിഗ്രി. അപ്പോൾ ഇത് വേഗത്തിൽ ചെയ്യാനുള്ള വഴിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇത്തരത്തിൽ വേഗത്തിൽ ചെയ്യാനുള്ള ഓരോ ട്രിക്കുകളുമായിട്ടാണ് എത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.